പാകിസ്ഥാന് തന്ത്രപ്രധാന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ കൈമാറരുതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇറ്റലിയോട് ആവശ്യപ്പെട്ടു. ന്യൂഡൽഹി മനേക്ഷ സെന്ററിൽ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസറ്റോയുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. പാകിസ്ഥാനുമായുള്ള പ്രതിരോധ ബന്ധത്തിൽ ഇന്ത്യയ്ക്കുള്ള ആശങ്കകൾ നെതർലൻഡ്സുമായും പങ്കുവച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇറ്റലി സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് ഡൽഹിയിലെ ചർച്ച. സമുദ്ര സുരക്ഷ, സാങ്കേതിക വിദ്യ നവീകരണം തുടങ്ങിയവയിലെ പങ്കാളിത്തം എന്നിവ ഇരു നേതാക്കളും ചർച്ച നടത്തി. സമാധാനം, സ്ഥിരത, സ്വാതന്ത്ര്യം, പരസ്പര ബഹുമാനം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സഹകരിക്കാനും സംയുക്ത വ്യാവസായിക പദ്ധതികളിൽ പരിവേഷണം നടത്താനും ധാരണയുമായി. സംയുക്ത അഭ്യാസം, പരിശീലനം, പ്രവർത്തന ഏകോപനം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സൈനിക സഹകരണ പദ്ധതിക്ക് ചർച്ചയിൽ രൂപവും നൽകി. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തിവെച്ചതാണെന്നും ആവശ്യമെങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് രാജ്യം പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ANI ദേശീയ സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൈനിക ശേഷിയുടെ കുറവുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ നിർത്തിയത്. പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണെന്നും ഭീകരവാദത്തിന്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ വേരുകൾ പിഴുതെറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത നീക്കത്തിന്റെ മികച്ച ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ സൈനിക ശക്തി ഇപ്പോൾ ആഗോള ശക്തിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം നിബന്ധനകൾക്കും സമയത്തിനുമനുസരിച്ച് ഓപ്പറേഷൻ തുടങ്ങാനും അവസാനിപ്പിക്കാനും സാധിച്ചത്. 72 മണിക്കൂറിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കിയെങ്കിൽ 3 സേനാ വിഭാഗങ്ങളും തമ്മിലുള്ള വിപുലമായ ഏകോപനം ഇതിന് പിന്നിലുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് സൈനിക ശേഷി വിപുലീകരിക്കാനുള്ള കഴിവ് ഇന്ത്യക്കുണ്ടെന്നും അത് മുൻപത്തേക്കാൾ ശക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും ഓപ്പറേഷൻ സിന്ദൂറും ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന്റെ തെളിവുകളാണ്. ഭീകരവാദം ഒരു വികലമായ മാനസികാവസ്ഥയും മാനവികതയ്ക്കുമേലുള്ള കളങ്കവുമാണ്. ഇത് വെറും ഒരു സുരക്ഷാ പ്രശ്നമല്ലെന്നും മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിനിടെ ആണവാക്രമണ ഭീഷണികൾ നേരിട്ടെങ്കിലും ഇന്ത്യ അതിൽ ഭയപ്പെട്ടില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇന്ത്യയുടെ IT ഇൻഫർമേഷൻ ടെക്നോളജിയാണെന്നും പാകിസ്ഥാന്റെ IT ഇന്റർനാഷണൽ ടെററിസമാണെന്നും ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അതിനിടെ കിർഗിസ്ഥാനിലെ ബൈഷേക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിനിടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജുനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ സാഹചര്യം ഉൾപ്പെടെയുള്ള മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ആശങ്കകൾ കൈമാറിയതായി ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച നടന്ന SCO സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാജ്നാഥ് സിംഗ് ആഗോള സമാധാനത്തിന് ഭീഷണിയാകുന്ന തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കിയതും വൻ വാർത്തയായിരുന്നു.